അസ്സലാമു അലൈക്കും. ഇവിടെ ഇബ്ലീസിന് സ്ഥാനമാനം ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ സുന്നി ആലിമീങ്ങളെ തെറി പറയാനും മടവൂർ കാഫില പോലെയുള്ള അതിന് അനുകൂലമായിട്ട് പാട്ട് പാടുന്ന ഒരു കറുപ്പ് കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു പിരാന്തം കോലത്തിൽ വരുന്ന ഒരു വലിയ മുടിയൊക്കെ ജടക്ക് കുത്തിയാണ്ട് ഔലിയാകണമെങ്കിൽ ബൽക്കുള്ള നിബന്ധന അതാണല്ലോ. അങ്ങനെ ഇബ്ലീസിനെ മാണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഇബ്ലീസിനെ മടവൂര് എന്ത് ചെയ്യും? പഴയ രൂപത്തിൽ ഇബ്ലീസിന് ഓരോ ആകാശത്തും ഓരോ പേരായിരുന്നല്ലോ. ഹാഫിൽ പേരുണ്ട്, ആലിമുല്ലല്ലാമ ഏറ്റവും വലിയ വിവരസ്ഥനൊക്കെ പേരുണ്ട്. ഈ രൂപത്തിലാക്കാൻ മടവൂരിന് കഴിയുന്നു. പരിശുദ്ധമായ ഖുർആനിൻ്റെ നെസ്സാണ് എന്ത്? ഇബ്ലീസ് നരകത്തിലാണെന്നും ലാംല എന്ന ജഹന്നമ, നിങ്ങൾ ജഹന്നമിനെ നമ്മൾ നറക്കും ഇബ്ലീസ് കാരനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഖുർആനിൻ്റെ നെസ്സിന് എതിരായിട്ട് ഒരാൾ പാട്ട് പാടിയപ്പം ആ പാട്ടോടെ പ്രേരിപ്പിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് ഈ കള്ളത്തരീക്കത്ത് കുരുവട്ടൂരികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇബ്ലീസിനോട് ഉപമിച്ച് പേരോടിനെ പറയുന്നുണ്ട്. അതൊക്കെ അവൻ്റെ സ്വാതന്ത്ര്യം. കാരണം അത് അവനായിക്കോട്ടെ, അവൻ്റെ റബ്ബായിക്കോട്ടെ. നമ്മൾ പേരോടിനെ ന്യായീകരിക്കാനല്ല. ഒരു വ്യക്തി അതപ്പതിച്ചാൽ ഇത്രക്കും അതപ്പതിക്കുമെന്നുള്ള ഒരു അവസ്ഥ ഈ ദുന്യാവെന്ന് തന്നെ നമ്മൾക്ക് കാണേണ്ടി വന്നതിൽ വളരെയധികം വിഷമമുണ്ട്. അള്ളാഹ് ഇവർക്കൊക്കെ തൗബ ചെയ്ത് മടങ്ങാൻ, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങാനുള്ള ഒരു തൗഫീക്ക് കിട്ടട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാനുള്ളത്. കാരണം എന്താണ്? ഒരാളെയും ദീനിൽ നിന്ന് പുറത്താക്കാനോ ദീനിൽ നിന്ന് മോശമായിട്ട് അദ്ദേഹത്തിനെ ദീനിൽ നിന്ന് ഇല്ലാതാക്കാനോ റസൂലുള്ളാഹി ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ ഇവർക്കൊക്കെ ഒന്ന് തൗബ ചെയ്ത് മടങ്ങിക്കൂടെ എന്നാണ്. കാരണം എന്താണ്? ഇവർ തൊള്ള തുറക്കുന്നത് മുഴുവനും ഇപ്പോൾ ഇവിടെ മൊയ്‌ദീൻ ശേഖിനെക്കാട്ടിലും ഈ ലോകത്തുള്ള എല്ലാവരെക്കാട്ടിലും മടവൂരിനെ ഇട്ട് പുകഴ്ത്തി വെച്ചിട്ട് മടവൂരിന് ജതുബൊന്നും ഉണ്ടാവില്ല. വലിയ വലിയ ആലിമീങ്ങൾ പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു മജ്ദൂബായിരുന്നു എന്ന്. നോബിന് ചാടിക്കണമൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. അത് ജതുബിൻ്റെ അല്ല, അതൊക്കെ പറ്റും. എന്നാൽ അതൊന്നുമില്ല, അത് ഞാനാ തീരുമാനിക്കാമെന്ന് നൗസാദും എൻ്റെ കൂട്ടരും കൂടിയിട്ടുണ്ടെങ്കിൽ ഈ മടവൂരിനെ ഇകഴ്ത്താനും ജനങ്ങളുടെ ഇടയിൽ 10 പൈസക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തുനിയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താണ് സഹിക്കേണ്ടി വന്നല്ലോ. അള്ളാഹു ഈ മടവൂരിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഇവരെ സിറിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇവർക്ക് ശരിക്ക് ഒരു തലക്ക് വെളിവുള്ള ആളുകൾ പറയുന്നതൊന്നുമല്ല. പടച്ചോൻ ആ റബ്ബുക്കുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിറോന്. ആ വാദമാണ് ഇവർ പറയുന്നത്. പടക്കാൻ അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും കഴിയൂലേ? അതാണ് അള്ളയും മറ്റുമായിട്ടുള്ള മാറ്റം, പടക്കുക എന്നുള്ളത്. അമൻ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമിനെ പടച്ചതാരാണെന്ന് ചോദിച്ചാൽ ഈ